ബ്രഹ്മോസ് മിസൈലിനെ കുറിച്ച് നമുക്കറിയാം. ഇന്ത്യയും റഷ്യയും ചേർന്ന് നിർമ്മിച്ച ലോകത്തിലെ നമ്പർ 1 കപ്പൽ വിരുദ്ധ മിസൈൽ അത് ഇതാണ്. ഇതല്ലാതെ ഇതിന് സമാനമായ പല മിസൈൽസ് ഉണ്ടെന്ന് പറഞ്ഞാലും ലോകത്തിലെ എല്ലാ സൈന്യവും അംഗീകരിച്ച ഒരു കാര്യം ബ്രഹ്മോസിന് ശരി സമാനമായ ഒരു മിസൈൽ ഇപ്പോൾ ലോകത്തിൽ ഇല്ല എന്നാണ്. അങ്ങനെയുള്ള മിസൈലിനെ ഇന്ത്യ ആദ്യമായി ഫിലിപ്പീൻസിന് കയറ്റുമതി ചെയ്തിട്ടുണ്ട്. $375 മില്യൺ മതിപ്പിൽ. ഇപ്പോൾ അമേരിക്കയ്ക്കും അമേരിക്കയുടെ മറൈൻ കോർപ്സിനും ഫിലിപ്പീൻസിന്റെ മറൈൻ കോർപ്സിനും ഇടയിൽ കമാൻഡാഗ് എന്ന വളരെ പ്രധാനപ്പെട്ട യുദ്ധ പരിശീലനം നടക്കുന്നു. അതിൽ ബ്രഹ്മോസിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ ഫിലിപ്പീൻസ് സൈന്യത്തോട് അമേരിക്കൻ സൈന്യം ചോദിച്ചു. ഇവയെക്കുറിച്ചാണ് അറിയാൻ പോകുന്നത്. ഇതിലും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ആർച്ചർ നെക്സ്റ്റ് ജനറേഷൻ മെയിൽ UAV, ഇന്ത്യ ആഭ്യന്തരമായി നിർമ്മിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഡ്രോൺ. അതിപ്പോ എത്രയും പെട്ടെന്ന് ട്രയൽ ഫ്ലൈറ്റ് ചെയ്യാൻ പോവുകയാണ്. എന്നാൽ അതിൽ പ്രധാനപ്പെട്ട ഒരു ട്വിസ്റ്റുമുണ്ട്, ഒരു പ്രശ്നവുമുണ്ട്. ഇവയെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ വിശദമായി അറിയാം. കമാൻഡാഗ് വർഷാവർഷം അമേരിക്കയുടെ മറൈൻ കോർപ്സും ഫിലിപ്പീൻസിന്റെ മറൈൻ കോർപ്സിനും ഇടയിൽ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സൈനിക പരിശീലനം. ഇതെന്തുകൊണ്ട് പ്രധാനമായി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ സൗത്ത് ചൈന സീ ഇത് ചർച്ചയേറിയ ഒരു പ്രദേശമാണ്. ഇന്തോനേഷ്യയുമായി ചൈനയ്ക്ക് പ്രശ്നമുണ്ട്, ഫിലിപ്പീൻസുമായി ചൈനയ്ക്ക് പ്രശ്നമുണ്ട്, തായ്വാനുമായുള്ള പ്രശ്നം പറയേ വേണ്ട. ഇങ്ങനെ സൗത്ത് ചൈന സീയും അതിനപ്പുറമുള്ള പ്രദേശങ്ങളിലും ചൈനയുടെ ആധിപത്യം എന്നത് വളരെ അധികമായിട്ടുണ്ട്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഇര ആരാണെന്ന് അറിയണ്ടേ? അത് ഫിലിപ്പീൻസ് ആണ്. ഒരാഴ്ചയിൽ എടുത്തു നോക്കിയാൽ പോലും കുറഞ്ഞത് 10 സംഭവങ്ങളെങ്കിലും അവിടെ നടന്നിട്ടുണ്ടാകും. ചൈനയുടെ നാവി ഓഫീസേഴ്സ് ചെന്ന് മത്സ്യത്തൊഴിലാളികളുടെ കപ്പലുകളെയും അവരെയും വിരട്ടി ഓടിക്കുക, അവരെ നോക്കി വെടിവെക്കുക, ഇങ്ങനെ പല പ്രശ്നങ്ങൾ ചൈനയുടെ കപ്പൽ പട കാരണം ഫിലിപ്പീൻസ് സൈനികർക്കും സംഭവിക്കുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ അവരുടെ ബോട്ടുകളെയും ഡാമേജ് ചെയ്യുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കും സാരമായ നഷ്ടങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. ഇത് കാരണം ഫിലിപ്പീൻസ് ചെയ്തത് അവരുടെ ഡിഫൻസ് ബഡ്ജറ്റിൽ നിന്നും ഒരു പ്രത്യേക തുക ചൈനയുടെ കപ്പൽ സേനയെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ചിലവ് ചെയ്യാൻ തീരുമാനിച്ചു. 2008 ശേഷം ഇതിന്റെ ഒരു ഭാഗമായി $375 മതിപ്പിൽ ബ്രഹ്മോസ് ആന്റി ഷിപ്പ് മിസൈൽസിനെ ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്നു. ഇവയെല്ലാം ലാൻഡ് ബേസ്ഡ് ലോഞ്ചേഴ്സിൽ നിന്നാണ് പോകുന്നത്. കടലോട് ചേർന്ന പ്രദേശങ്ങളിൽ നിന്ന് കടലിനെ നോക്കി അയക്കുന്ന ബ്രഹ്മോസ് മിസൈലുകളാണ് ഇന്ത്യയുടെ പക്കൽ നിന്നും ഫിലിപ്പീൻസ് വാങ്ങിയത്. ഈ ഒരു ഡീൽ അവസാനിച്ചതിന് ശേഷം ചൈനയിൽ നിന്നും വലിയൊരു എതിർപ്പ് വന്നിരുന്നു. ഇതൊക്കെ നടന്ന് അവസാനിച്ച കാര്യമാണ്. ഇപ്പോ ഈ എക്സസൈസിൽ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവുണ്ടായി. അമേരിക്കയുടെ മറൈൻ കോർപ്സും ഫിലിപ്പീൻസിന്റെ മറൈൻ കോർപ്സും ചേർന്ന് ഈ സൈനിക പരിശീലനത്തിൽ ഏർപ്പെട്ടു. ഈ സമയം അമേരിക്കയുടെ സൈനികർ ബ്രഹ്മോസ് മിസൈലിനെ കുറിച്ച് കൂടുതൽ ടെക്നിക്കൽ ഇൻഫർമേഷൻസ് ഫിലിപ്പീൻസിനോട് ചോദിക്കാൻ ശ്രമിച്ചു. ഇത് വളരെ വലിയൊരു കാര്യമാണോ എന്ന് ചോദിച്ചാൽ അതെ, അങ്ങനെ തന്നെയാണ്. പൊതുവെ 2 രാജ്യങ്ങൾക്കിടയിൽ ഒരു യുദ്ധ പരിശീലനം നടക്കുമ്പോൾ അവർക്കിടയിൽ ഒരു മ്യൂച്വൽ കോർപ്പറേഷൻ ഉണ്ടാകണം എന്നതിനു വേണ്ടി സൈനികം സംബന്ധിക്കുന്ന വിവരങ്ങൾ പുറത്തു കൊണ്ടുവരും. ഈ മിസൈൽ എങ്ങനെയാണ് വർക്കാകുന്നത്, ഇങ്ങനെയുള്ള ടെക്നിക്കൽ ഇൻഫർമേഷൻസ് ഒന്നും പറയില്ല. മൊത്തത്തിൽ ഒരു ഓവർവ്യൂ നൽകും. ഈ മിസൈൽ ഇങ്ങനെ ഫംഗ്ഷൻ ആകും, ഇതിന്റെ റേഞ്ച് ഇത്രയാണ്, ഇതിനെ കൊണ്ട് ഇങ്ങനെയുള്ള ടാർഗറ്റ്സിനെ എൻഗേജ് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ഏകദേശ രൂപം നൽകും. ഇത് തന്നെയാണ് ഫിലിപ്പീൻസിന്റെ സൈന്യം അമേരിക്കയുടെ സൈനികർക്ക് പറഞ്ഞു കൊടുത്തത്. എന്നാൽ ഇതിനുമപ്പുറം പല വിവരങ്ങൾ ഫിലിപ്പീൻസിനോട് അമേരിക്കൻ സൈന്യം അവിടെ നേടാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഫിലിപ്പീൻസ് അതിന് ഒരു വലിയ എതിർപ്പ് പ്രകടിപ്പിച്ചു. ഇക്കാര്യം ഈയൊരു സംഭവം തന്നെ ബ്രഹ്മോസിന്റെ പ്രാധാന്യത്തെയാണ് ഉണർത്തുന്നത്. അമേരിക്കയ്ക്കും ബ്രഹ്മോസിൽ ഒരു കണ്ണുണ്ട്. ഒരുപാട് തവണ നമ്മൾ ഈ ബ്രഹ്മോസിനെ ടെസ്റ്റ് ചെയ്യുമ്പോഴെല്ലാം അമേരിക്കയും അമേരിക്കയുടെ മാധ്യമങ്ങളും അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടും. ചൈന മാത്രമാണ് നമ്മുടെ മിസൈൽസിനെ ട്രാക്ക് ചെയ്യുന്നു എന്ന് നമ്മൾ കരുതും. അമേരിക്കയും നമ്മുടെ മിസൈൽസിനെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഇതിനു മുൻപ് GPS ഒക്കെ ഡിസ്ട്രോയ് ചെയ്യുക, ഇങ്ങനെ പല കാര്യങ്ങൾ അമേരിക്ക ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ ബ്രഹ്മോസിൽ ഒരു വലിയ താല്പര്യം തന്നെ അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. വരും ദിവസങ്ങൾ തീർച്ചയായും അത് അധികമാകും. ഇപ്പൊ ഫിലിപ്പീൻസിൽ നിന്നും ബ്രഹ്മോസിന്റെ സീക്രട്ട് പുറത്തു പോകുമോ, അല്ലെങ്കിൽ ഫിലിപ്പീൻസിന് ഈ മിസൈൽ നൽകിയത് കൊണ്ട് അമേരിക്ക അതിനെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ അറിയുമോ എന്ന് ചോദിച്ചാൽ അത്രത്തോളം വലിയ സെൻസിറ്റീവായ ഇൻഫർമേഷൻസ് ഒന്നും തീർച്ചയായും ഫിലിപ്പീൻസ് നൽകില്ല. കാരണം ഒരു രാജ്യത്തിന് ഒരു മിസൈൽ നമ്മൾ കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ അവർക്കിടയിൽ ഒരുപാട് കരാറുകളും ഉണ്ടായിട്ടുണ്ടാകും. ഇതിനെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ പുറത്ത് പറയാൻ പാടില്ല എന്നതിനു വേണ്ടി. അങ്ങനെ ഡോക്യുമെന്റ്സ് എന്നതിനപ്പുറം ഒരു മിസൈൽ കംപ്ലീറ്റ് ആയി ലഭിച്ചാൽ മാത്രമേ, ബ്ലൂ പ്രിന്റ് അല്ല, മുഴുവനായും ഒരു മിസൈൽ ലഭിച്ചാൽ മാത്രമേ അതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ഒരു രാജ്യത്തെ കൊണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കൂ. ഡോക്യുമെന്റ്സിനെ സംബന്ധിച്ച് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നൽകും, പക്ഷെ മുഴുവൻ ഇൻഫർമേഷൻ നൽകാൻ കഴിയില്ല. അപ്പോ ഈ പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെ ഒരു ഭാഗത്ത് പോകുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് ആർച്ചർ UAV. ഇതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യം അറിയണം. ഇപ്പോ ഇന്ത്യൻ ഡിഫൻസ് പ്രോഗ്രാമിനെ സംബന്ധിച്ച്
വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒന്നാമത്തേത് Tu-160 ബോംബേഴ്സ് ഇന്ത്യ വാങ്ങണോ വേണ്ടയോ എന്നുള്ള ഒരു ടോപ്പിക് ഡിബേറ്റായി തന്നെ പോകുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് ആർച്ചർ UAV NG, നെക്സ്റ്റ് ജനറേഷൻ മെയിൽ UAV. മെയിൽ എന്ന് പറഞ്ഞാൽ മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ്, മീഡിയം ഹൈറ്റിൽ ഒരുപാട് സമയം ഫ്ലൈറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ആർച്ചർ NG നെക്സ്റ്റ് ജനറേഷനെ സംബന്ധിച്ച് 200 മുതൽ 250 കിലോമീറ്റർ റേഞ്ചുള്ള 10 മണിക്കൂറിൽ കൂടുതൽ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുള്ള ഇന്ത്യയുടെ നെക്സ്റ്റ് ജനറേഷൻ ഡ്രോൺ ആണ്. ഇത് ഒരു മൾട്ടിപർപ്പസ് ഡ്രോൺ ആണ്. ഇതിനെ കൊണ്ട് റെക്കോണസൻസ് ചെയ്യാൻ സാധിക്കും. കൂടാതെ ടാർഗറ്റിനെ കുറിച്ചുള്ള കോർഡിനേറ്റ്സ് ഗ്യാദർ ചെയ്യാൻ സാധിക്കും, അതായത് ഇന്റലിജൻസ് ഗ്യാദർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സ്ട്രൈക്സിന് വേണ്ടിയും നമുക്കിതിനെ ഉപയോഗിക്കാൻ സാധിക്കും. ബോംബുകൾ കൊണ്ടുപോയി ടാർഗറ്റഡ് കില്ലിംഗ് ചെയ്യാനും ഉപയോഗിക്കാം. ഇങ്ങനെയുള്ള പല മിഷൻസിലും ഇതിനെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇതുവരെയും കേൾക്കാൻ എല്ലാം നല്ലതായിരുന്നു. ഇത് നമ്മുടെ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഡ്രോൺ ആണ്. കൂടാതെ ഇത് എത്രയും പെട്ടെന്ന് ടെസ്റ്റ് ഫ്ലൈറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത് ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ബൂസ്റ്റ് തന്നെയാണ്. ഇങ്ങനെയുള്ള പല വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. സത്യത്തിൽ ഈയൊരു ഡ്രോൺ പ്രോട്ടോടൈപ്പിൽ നിന്നും വർക്കിംഗ് മോഡലിലേക്ക് വന്നാൽ അത് ഇന്ത്യയുടെ ഡിഫൻസ് ഇൻഡസ്ട്രിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ബൂസ്റ്റ് തന്നെയാണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ആസ്ട്രോ E4 എഞ്ചിൻ, ഈ ആസ്ട്രോ എഞ്ചിൻസ് ഇത് ഒരു സബ്സിഡറി കമ്പനിയാണ്. ഇതിന്റെ പാരന്റൽ കമ്പനി ഡയമണ്ട് എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ആണ്. ഇവർ കാനഡ, ഓസ്ട്രിയ, ചൈന ബേസ്ഡ് കമ്പനിയാണ്. പ്രധാനപ്പെട്ട സ്ഥലം ഓസ്ട്രിയയാണ്. 2016 മുൻപ് വരെയും ഈ കമ്പനിയുടെ കൂടുതൽ ഷെയർസ് ഡയമണ്ട് എയർക്രാഫ്റ്റ് ലിമിറ്റഡിന്റെ പക്കലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 2016 ആദ്യമായി ചൈനയുടെ ഒരു കമ്പനി ഇതിന്റെ 60% ഷെയർ വാങ്ങുന്നു. 60% ഷെയർ വാങ്ങിയാൽ തന്നെ ഓൾമോസ്റ്റ് ആ കമ്പനി അവരുടെ നിയന്ത്രണത്തിലേക്ക് പോകും. ഈ 60% ഷെയർ വാങ്ങി, അതും കൂടാതെ 2017 റിപ്പീറ്റഡ് ആയി ബാക്കിയുള്ള മുഴുവൻ ഷെയറും ചൈനയുടെ അതേ കമ്പനി തന്നെ വാങ്ങുന്നു. ഇപ്പൊ നോക്കിയാൽ ഇതൊരു ചൈനയുടെ കമ്പനിയാണ്. നമുക്ക് ചൈനയുടെ പക്കൽ നിന്നും കൂടുതലായി ഏതൊരു ഡിഫൻസ് ഡീലും നടത്താൻ പാടില്ല. ചൈന ബേസ്ഡ് കമ്പനിയുമായി ഒരു ഡിഫൻസ് ഡീൽ വയ്ക്കുക എന്നുള്ളത് നല്ല കാര്യമേ അല്ല. ഇപ്പൊ നമ്മൾ ഇതിൽ ഒരുപാട് എഞ്ചിൻസ് ഔട്ട്സോഴ്സ് ചെയ്ത് വച്ചിട്ടുണ്ട്. വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇതുപോലുള്ള UAV നിർമ്മിക്കാനും സാധിക്കും. അതിന്റെ പെർഫോമൻസും നമുക്ക് പുറത്തുവിടാൻ സാധിക്കും. എന്നാൽ പ്രശ്നം ആരംഭിക്കുന്നത് ഒരുപക്ഷെ ഭാവിയിൽ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ ഏതെങ്കിലും ഒരു പ്രശ്നം വന്നു, ലഡാക്കിൽ ഉണ്ടായതുപോലെ, ഗാൽവാനിൽ ഉണ്ടായതുപോലെ ഏതെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചാൽ ഈ ഇൻഡസ്ട്രീസ് വഴി ഡയറക്റ്റ് ഒരു പ്രഷർ ചൈന ഇന്ത്യക്ക് നൽകിക്കൊണ്ടിരിക്കും. അതും ഈ ഡ്രോൺ വാർഫെയർ ലോകത്തിൽ എത്രമാത്രം വലിയ രീതിയിൽ സംഭവിക്കുന്നു എന്നുള്ളതറിയാം. വരും കാലങ്ങളിൽ സംഭവിക്കുന്ന യുദ്ധം എന്നത് ഡ്രോണുകളുടെ യുദ്ധമായി മാറും. അപ്പോൾ ചൈനയുടെ കമ്പനികളെ വിശ്വസിച്ച് എൻജിൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് അത്ര നല്ല കാര്യമല്ല. ഭാവിയിൽ നമ്മൾ ചെയ്യാനിരിക്കുന്ന എല്ലാ പ്രോജക്റ്റിലും നമ്മുടെ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന എൻജിൻസ് ഉപയോഗിച്ചാൽ മാത്രമേ നന്നായിരിക്കും. ഇപ്പോഴത്തേക്ക് വലിയ പ്രശ്നം ഒന്നുമില്ലെങ്കിലും ഇന്നുപോലെ ആയിരിക്കില്ല നാളെ. അതുകൊണ്ട് മാത്രമാണ് ചൈനയുടെ ഈ കമ്പനിയിൽ നിന്ന് വാങ്ങുന്ന എൻജിൻസ് കൊണ്ട് നമുക്ക് വലിയൊരു പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. ഇത് ഡയറക്റ്റ് വരുന്ന പ്രശ്നമാണ്. ഇൻഡയറക്റ്റായി മറ്റു പല പ്രശ്നങ്ങളും ഉണ്ട്. ചില സമയങ്ങളിൽ എൻജിൻസിന്റെ ലൈഫ് ലൈൻ കുറയുന്ന പ്രശ്നം വന്നാലും അത് ഇൻഡയറക്റ്റ് ആയ ഒരു കോസായി മാറും. ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ ഇതിനകം തന്നെ ഒരുപാട് പ്രശ്നമുണ്ട്. അടുത്ത് ഈ എൻജിൻസ് വഴി വീണ്ടും അവർ പല പ്രശ്നങ്ങൾ നൽകാൻ ശ്രമിക്കും. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. പ്രധാനമായും അമേരിക്കയ്ക്ക് ബ്രഹ്മോസ് മിസൈലിനോട് ഒരു വലിയ താല്പര്യം തന്നെയുണ്ട്. ഇതിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു? നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ UAVയിൽ ഡയറക്റ്റ് ചൈനയുടെ കമ്പനീസിൽ നിന്നും എൻജിൻസ് വാങ്ങി ഉപയോഗിക്കാൻ പോവുകയാണ്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.